ഹലോ കൂട്ടുകാരി, ഞാൻ ജിജോ ജോസ്. ജിജോ ഇടുക്കിക്കാരൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ വാഗമണ്ണ് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബിച്ചാട്ട് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വാഗമണ്ണിലുള്ള ഒരു അടിപൊളി റിസോർട്ടുണ്ട്. ഹോളിഡേ ഹോംസ് എന്നാണ് റിസോർട്ടിന്റെ പേര്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ വീതം ഒരു ബാർബിക്യൂ പാർട്ടി, ക്യാമ്പ് ഫയർ, ഞങ്ങളുടെ സ്വന്തം ഒരു കുക്കിങ്ങും പിന്നെ അവരുടെ വീതം ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ നമുക്ക് വാഗമൺ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ വാഗമൺ യാത്ര ആരംഭിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. മറ്റുള്ള റോഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ റോഡ്. ചെങ്കുത്തായ പാറക്കെട്ടുകൾ പൊട്ടിച്ചെടുത്താണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങകലെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ റോഡിൻ്റെ ഭംഗി നമുക്ക് കാണാവുന്നതാണ്. ചെങ്കുത്തായ പാറകളിൽ നിന്നും ഉറവജലം ധാരാളമായി ഒഴുകുന്നുണ്ടായിരുന്നു. ശുദ്ധമായ ജലമാണ് ഈ പാറയിൽ നിന്നും ഒഴുകുന്നത്. നമ്മൾ കയറ്റം കയറി ചെല്ലുമ്പോൾ തന്നെ മുകളിൽ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റുണ്ട്. ആ കെട്ടിടത്തിന് മുകളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പുലിയുടെ ശില്പത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വളരെയധികം ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാവുന്നതാണ്. വാഗമൺ അടുക്കുംതോറും മലനിരകൾ കൂടുതൽ ഭംഗിയുള്ളതായി നമുക്ക് തോന്നും. മനോഹരമായ കാഴ്ചകളാണ് ഓരോ സ്ഥലവും നമുക്കായി ഒരുക്കുന്നത്. വഴിക്കടവ് കുരിശുപള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മലമടക്കുകളിൽ അവിടെയായി ചെറിയ ചെറിയ റിസോർട്ടുകൾ തലപൊങ്ങി തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ ഹോളിഡേ ഹോംസും അതിൻ്റെ പരിസരങ്ങളും. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഹോളിഡേ ഹോംസിൽ എത്തിച്ചേർന്നു. വാഗമണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന അളവിൽ ഓക്സിജൻ ഡെൻസിറ്റിയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് വാഗമണ്ണ്. വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ ഒരു കുന്നൻപുറത്താണ് നമ്മുടെ ഹോളിഡേ ഹോംസ് സ്ഥിതി ചെയ്യുന്നത്. ഹോളിഡേ ഹോംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വനമാണ്. റിസോർട്ടിലെ സായാഹ്നങ്ങളിൽ നമുക്ക് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത അതിഥികളായ കാട്ടുകോഴി, കാട്ടുപന്നി, കേഴ തുടങ്ങിയവ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. പാരാഗ്ലൈഡിങ്ങിന് ഏറ്റവും അനുകൂലമായ ഒരു സ്ഥലമാണ് വാഗമണ്ണ്. ഇവിടെ പാരാഗ്ലൈഡിംഗ് നടന്നുകൊണ്ടിരുന്നതാണ്. വാഗമണ്ണിൻ്റെ പ്രകൃതി ഭംഗി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് വീഡിയോകളിലൂടെ തന്നെ അതിൻ്റെ ദൃശ്യഭംഗി കാണാവുന്നതാണ്. പൈൻമരക്കാടുകളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും എല്ലാം ഒന്നിച്ചുള്ള മനോഹരമായ സ്ഥലമാണ് വാഗമണ്ണ്. പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും കയറി വരുന്ന മഞ്ഞ് ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുതന്നെയാണ് വാഗമണ്ണിലോട്ട് സഞ്ചാരികളെ ഇതുപോലെ ആകർഷിക്കുന്നത്. തടാകങ്ങളുടെയും മൊട്ടക്കുന്നുകളുടെയും പാറക്കെട്ടുകളുടെയും ഭംഗി ഒരു ചിത്രം പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. തേയിലക്കാടുകൾ മനോഹരമായ ഒരു ക്യാൻവാസിലെന്ന പോലെ നമ്മുടെ മുമ്പിൽ ദൃശ്യമാണ്. ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെയുള്ള വ്യൂ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഹോളിഡേ ഹോംസിലോട്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നത്.
മനോഹരമായ വാട്ടർ ഫൗണ്ടനും സിംഗിൾ കോട്ടേജുകളും മനോഹരമായി അണിയിച്ചൊരുക്കിയ ബെഡ്റൂമുകളും സായാഹ്നങ്ങളിൽ ഒരു കുടക്കീഴിലെന്ന പോലെ ഇരുന്ന് സംസാരിക്കാവുന്ന ചെയറുകളടങ്ങിയ സ്ഥലവും എല്ലാം ഹോളിഡേ ഹോംസിനെ മറ്റുള്ള റിസോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കൂടാതെ വിശാലമായ ഡോർമെട്രിയും. പച്ചപ്പട്ട് വിരിച്ച മനോഹരമായ കുന്നിൻപുറത്തിരിക്കുന്ന ഹോളിഡേ ഹോംസിൻ്റെ വിദൂര രാത്രി കാഴ്ച ആകർഷണീയത ഉള്ളതാണ്. നമ്മളിപ്പോൾ വാഗമണ്ണിലുള്ള ഹോളിഡേ ഹോംസിന്റെ ഏറ്റവും ടോപ്പിലെ ഡോർമെട്രി സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റുപാടും ഗ്ലാസ് വെച്ചാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലാണെങ്കിലും ഗ്ലാസ് മാറ്റിയാൽ നല്ല കിടിലൻ തണുപ്പ് കയറി വരുന്ന ഒരു ഫീലിങ്സിൽ തന്നെ ഡോർമെട്രി സെക്ഷനിൽ നമുക്ക് താങ്ങാൻ പറ്റും. പിന്നെ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയാൽ ഒരു 25 കിലോമീറ്റർ ദൂരത്തിലുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയാണ് ആ വ്യൂവിന്. അതുതന്നെയല്ല, താഴെ നല്ല തണുത്ത കാറ്റ് കയറി വരുന്നുണ്ട്. വൈകുന്നേരം ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു കസേരയിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഇതുപോലെ റിലാക്സ് ആക്കാൻ പറ്റിയ ഒരു ഏരിയ ഈ ഭാഗത്തൊന്നും കാണില്ല. അത്രയും മനോഹരമാണ് ഇവിടെ. നമ്മളുടെ ഈ ഹോളിഡേ ഹോംസിനോടനുബന്ധമായിട്ട് നമുക്കിവിടെ തന്നെ ഒരു ചെറിയ ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്, ഒരു ഫിഷ് പോണ്ട് ഉണ്ട്, ഒരു ആമ്പൽക്കുളം ഉണ്ട്, കൂടാതെ നല്ല അടിപൊളി ഒരു വാക്ക് വേ ഉണ്ട്. അപ്പം വൈകുന്നേരം മഞ്ഞൊക്കെ കയറി വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഇതിലെയുള്ള നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾ വാഗമണ്ണിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രായഭേദം മറന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് ആദ്യമേ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോളിഡേ ഹോംസിൽ നിന്ന് അറേഞ്ച് ചെയ്ത നമ്മുടെ ഓഫ് റോഡിങ് പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഉളുപ്പൂണി കപ്പക്കാൻ റോഡിലോട്ടാണ് നമ്മൾ ഓഫ് റോഡിങ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജയന്തൻ ചേട്ടനാണ്. അപ്പോൾ ജയന്തൻ ചേട്ടനെ വാഗമണ്ണി വന്ന ഓഫ് റോഡിങ് ആവശ്യമുള്ളവർ ജയന്തൻ ചേട്ടൻ്റെ നമ്പരും നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോൾ വേണേലും ഓഫ് റോഡിങ് വാഗമണ്ണി വരുന്നവർക്ക് ഇത് പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഓഫ് റോഡിങ്ങിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. 2 ജീപ്പുകളിലായി ഞങ്ങൾ പതുക്കെ ഓഫ് റോഡിങ് ആരംഭിച്ചു. വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് ഞങ്ങൾക്ക് ഉളുപ്പൂണി കപ്പക്കാനം റൂട്ടിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. പോകുന്ന വഴികളിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാലുകളിലൂടെ വണ്ടി ഓടിക്കുന്നവർ അവരുടെ കരവിരുതുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ഗംഭീര ശബ്ദമാണ് പലപ്പോഴും വീഡിയോയിൽ കയറി വരുന്നത്. ഞങ്ങൾ താഴെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ പതുക്കെ കാട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങൾ കണ്ടറിയാം. കാട്ടുമരങ്ങളെ തഴുകി ഒഴുകി വരുന്ന ജലം പാറക്കെട്ടുകളിലൂടെ താഴോട്ട് പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇടുക്കി ഡാമിലേക്ക് വെള്ളം തിരിച്ചുവിടുന്ന മനോഹരമായ ഒരു ടണലും ഇവിടെയുണ്ട്. അത് KSEB നിർമ്മിച്ചതാണ്. വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ റിവർ ക്രോസിംഗ് എന്ന അഭ്യാസ പ്രകടനത്തിലോട്ട് 2 ജീപ്പുകളിലുമായി സ്റ്റാർട്ട് ചെയ്തു.
വളരെ മനോഹരമായൊരു അനുഭൂതി തന്നെയായിരുന്നു റിവർ ക്രോസിംഗ് നമുക്ക് സമ്മാനിച്ചത്. ഓഫ് റോഡിംഗ് ജീപ്പുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സവിശേഷതയാണിത്. ഏത് കാനനപാതയും താണ്ടുന്ന ജീപ്പിൻ്റെ വന്യമായ ആ ഒരു മുരൾച്ച ഏതൊരു മലയാളിയെയും പോലെ എന്നെയും ഒത്തിരി ആകർഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. അങ്ങനെ ഓഫ് റോഡ് ട്രക്കിങ്ങും റിവർ ക്രോസിങ്ങും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ തിരികെ റിസോർട്ടിലോട്ട് യാത്ര ആരംഭിച്ചു. ഇനി ചെന്നിട്ട് ഒത്തിരി പരിപാടികൾ ബാക്കിയുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വാഗമൺ ഹോളിഡേ ഹോംസിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പതുക്കെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പതുക്കെ ബാർബിക്യൂ പാർട്ടിയും ക്യാമ്പ് ഫയറും ഞങ്ങളുടെ വീതം ഒരു ഗോവൻ ചിക്കൻ കഫ്രിയിലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ആ വിശേഷങ്ങളുണ്ട്. ഞങ്ങൾ ഫ്രഷായി താഴെ ബാർബിക്യൂ അടിക്കാൻ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സോയൻ ചേട്ടന്, സെബാസ്റ്റ്യൻ ചേട്ടന്, ജെറിസാറ് എല്ലാവരും ഇവിടെ ചർച്ചയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പതുക്കെ ബാർബിക്യൂ പാർട്ടിയിലോട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കയറുവാണ്. അപ്പോൾ നമുക്ക് ബാർബിക്യൂയിലോട്ട് കിടക്കാം. നമ്മുടെ ഹോളിഡേ ഹോംസിൻ്റെ മാനേജർ ആൽബിച്ചനും ഞങ്ങളുടെ കൂടെ കൂടി. ഞങ്ങളെല്ലാവരും കൂടെ പതുക്കെ ബാർബിക്യൂ ഉണ്ടാക്കാൻ ആരംഭിച്ചു. കുക്കിങ്ങും തമാശകളും ഒക്കെയായി എല്ലാവരും വളരെയധികം ആസ്വദിച്ച നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ സോജൻ ചേട്ടനും സെബാസ്റ്റ്യൻ ചേട്ടനും കൂടെ നാരങ്ങ ഒഴിഞ്ഞ് ബാർബിക്യൂ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. റെഡി. എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ സൗഹൃദ സംഭാഷണങ്ങളും നാട്ടുവർത്താനങ്ങളും ഒക്കെയായി സമയം പോയത് അറിഞ്ഞതേയില്ല. ഇനി ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു ഗോവൻ കഫ്രിയിലും കൂടെ ഉണ്ടാക്കാനുള്ളതാണ്. ഞങ്ങളെല്ലാവരും കിച്ചണിലുണ്ട്. ഞങ്ങളുടെ അടുത്ത സ്പെഷ്യൽ ഡിഷായ ഗോവൻ കഫ്രിയില് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളെല്ലാം ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഗോവൻ കഫ്രിയിലിന്റെ ഐറ്റം എല്ലാം ഞങ്ങൾ അരിയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ, പിന്നെ ചിക്കൻ. മെയിനായിട്ട് നമ്മുടെ ചിക്കന് ലാസ്റ്റ് ഇതിന്റെ എല്ലാം കൂടെ കോംബോ ആയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിൽ ചുട്ടെടുക്കാനാണ് പ്ലാന്. അപ്പൊ എല്ലാരും കൂടെ ഇത് അരിയാൻ റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങളുടെ അരിച്ചിൽ വിശേഷങ്ങളിലോട്ട് കിടക്കാം. എല്ലാവരും നല്ല ഉത്സാഹത്തിൽ തന്നെയാണ്. അതിനിടയ്ക്ക് സോജൻ ചേട്ടനും ജിബിനും കൂടി കപ്പയും വേവിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വേണ്ടല്ലേ? ഗോവൻ കഫ്രിയിലിന് വേണ്ട ഐറ്റങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി മിക്സിയിൽ അടിച്ചെടുക്കുക എന്നതാണ് അടുത്ത പരിപാടി. അരച്ചെടുത്ത കുഴമ്പ് അതിലോട്ട് മിക്സ് ചെയ്യുന്നതാണ് ഇനി ബാക്കി നമുക്ക് ചെയ്യാനുള്ളത്. അതിനു മുമ്പായി ചിക്കൻ കഷ്ണങ്ങളിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുന്നതാണ് നിങ്ങൾ കണ്ടത്. അരിഞ്ഞെടുത്ത പൊട്ടറ്റോ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഫ്രീലിന്റെ മിക്സ് ജോയിച്ചേട്ടൻ ഇതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഫ്രീലിൻ്റെ കോംബോയായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിൽ എണ്ണയൊഴിച്ച് ചുട്ടെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അതിന് നല്ലൊരു ടേസ്റ്റ് പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ മാരിനേറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പതുക്കെ ചെറു എണ്ണയിലിട്ട് വറുത്ത് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാധനം റെഡിയായിരിക്കുകയാണ്. ഞങ്ങളും കഴിക്കാൻ റെഡിയായിരിക്കുന്നു.
അപ്പൊ നമ്മുടെ ഗോവൻ ചിക്കൻ കഫയിൽ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും കഴിക്കാൻ റെഡിയാണ്. അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. അപ്പൊ റെഡി? ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പതുക്കെ ക്യാമ്പ് ഫയറിനുള്ള തീ കത്തിച്ചു. എല്ലാവരും റെഡിയായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഇതാ മ്യൂസിക് വെച്ച് തകർക്കാൻ പോവാണ്. അപ്പൊ റെഡി? അങ്ങനെ മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങൾ രാത്രിയിൽ ശാന്തമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ മനോഹരമായ സൂര്യോദയം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഉണർന്നെണീറ്റത്. താഴെ നിന്നും മഞ്ഞ് കയറി വരുന്നുണ്ടായിരുന്നു. ഇനി വാഗമണിനെ കുറിച്ച് ജോൺ സാറിൻ്റെ വാക്കുകളിലൂടെ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ ഹിൽ സ്റ്റേഷനിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങൾ ടൂറിസ്റ്റുകൾക്കും ഈ ലോകത്തിൽ തന്നെയും പരിചയപ്പെടുത്തുന്ന ജിജോ ഇടുക്കിക്കാരൻ യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ ഞങ്ങൾ വാഗമൺ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ജോയിച്ചാന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കൂടുതൽ അടിപൊളി വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ജിജോ ഇടുക്കിക്കാരൻ ബൈ ബൈ.